ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അണേ പബ്ലിക്കേഷൻസിന്റെ പുതുമുഖ സീരീസിലെ സെക്കൻഡ് ബുക്കായ കൊച്ചച്ചൻ എന്ന പുസ്തകമായിട്ടാണ്. ഇതിന്റെ റൈറ്റർ അശോക് വിക്രമനാണ്. ഇതിന്റെ പേര് മാത്രം കേട്ടിട്ട് ഇത് പള്ളിയിലെ കൊച്ചച്ചന്മാരെ പറ്റിയാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, ഇത് ഹരിയുടെയും നന്ദയുടെയും ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചച്ചനായ സദാനന്ദന്റെ കഥയാണ്. ഈ ഹരിയും നന്ദയും ആരാന്നൊക്കെ ഈ കഥ വായിക്കണം. ഇതൊരു സിനിമാറ്റിക് നോവലാണ്. പിന്നെ ഇതൊരു അടി ഇടിയൊക്കെയുള്ള എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. ആൻഡ് അത് വളരെ രസകരമായി തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിളും രസകരമായ ഭാഷാശൈലിയിലുമാണ് സദാനന്ദന്റെ ലൈഫിലെ ഓരോ കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ സദാനന്ദനെ ആർക്കും വിലയിലും സദാനന്ദന്റെ പ്രിയപ്പെട്ടവരായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതായത് സദാനന്ദന്റെ ചേട്ടന്റെ മക്കൾ, പിന്നെ കുറച്ച് ചുരുക്കം ചില ആളുകൾ. അപ്പൊ ഇവർക്ക് എന്ത് പറ്റിയാലും സദാനന്ദൻ റിയാക്ട് ചെയ്യും. അത് മിക്കപ്പോഴും ഈ അടി ഇടിയിലൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അടി ഇടിയിലതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സംഭവങ്ങൾ ഇതിലുണ്ട്. സദാനന്ദൻ പല ഘട്ടത്തിലൂടെ കിടന്നു പോകുമ്പോൾ നമുക്ക് വളരെയേറെ സങ്കടം തോന്നും സദാനന്ദനോട്. നിങ്ങളിത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും സദാനന്ദൻ നിങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കി. കൊച്ചച്ചന്റെ ഏറ്റവും വലിയ സ്വന്തം എന്നറിയാമോ? കൊച്ചച്ചന്റെ ധൈര്യം. പിന്നെ ആരോഗ്യമില്ലെന്ന് തോന്നും, പക്ഷെ ഭയങ്കര ആരോഗ്യമാണ്. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ തന്നെ ഒരു 3-4 പ്രാവശ്യം പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടി വായിച്ചിട്ടുള്ള. നിങ്ങൾക്കറിയാലോ, ഒരു ബുക്ക് തന്നെ 2-3 പ്രാവശ്യം വായിക്കുന്നത് ഭയങ്കര മടുപ്പാണ്. പക്ഷെ ഇത് ഞാൻ ആദ്യത്തെ 1-2 പ്രാവശ്യം മിസ് ചെയ്തിട്ട് ഞാൻ ആ വായിച്ച് രസിച്ച് പോയതുകൊണ്ട് എനിക്ക് മിസ്റ്റേക്സ് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. അപ്പം ഇത് നിങ്ങൾക്കൊരു ഹുക്കിംഗ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലാസ്റ്റ് എത്തുന്നോളം വരെ നിറച്ചുകൊണ്ടിരിക്കും. കാരണം കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ആകാംക്ഷയെ മാറും. അടുത്ത് എന്ത് സംഭവിക്കും, എന്ത് സംഭവം. വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ നോവൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ നോവൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സിനിമ കണ്ട ഫീൽ കിട്ടും. സത്യം.